ഇഡ്ഡലിയാണ്. അടിപൊളിയാണ്, പക്ഷെ അത് കഴിയുമ്പോൾ നമ്മളൊരു ഫുഡ് കോമയിലേക്ക് പോകും. കോവിഡ് കാലത്താണ് ഈ മൈസൂർ രുചി കൊച്ചിയിലെത്തിയത്. അതുകൊണ്ട് പേര് മൈസൂർ രാമൻ ഇഡ്ഡലി. മൈസൂർ ടു കൊച്ചിക്കിടയിലെ രാമൻ ആരെന്നല്ലേ? കർണാടകയും മൈസൂരും താണ്ടി കൊച്ചിയിലെത്തിയ ഇഡ്ഡലി രുചിക്കഥ സന്ദീപ് പറയും. വൈഫ് പറഞ്ഞത് നമുക്ക് തട്ട ഇഡ്ഡലി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബാംഗ്ലൂരിലുള്ള മൈസൂരുള്ളൊരു തട്ട ഇഡ്ഡലി ഉണ്ട്. അപ്പം ഞാനത് കഴിച്ചിട്ടില്ല. ഇവള് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു വിടുതിയിൽ. പഠിച്ച സമയത്ത് അവിടെ ഒരു ഹോസ്റ്റലിൽ തട്ട ഇഡ്ഡലി കൊടുക്കുക. അതൊരു വലിയ പ്ലേറ്റിലാണ് ഉണ്ടാക്കുന്നത്. സീതാപാട്ടി എന്നാണ് പേര്. പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഒരു ഇഡ്ഡലി മേക്കറാണ്, രാമൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ 20-25 കൊല്ലം മുന്നേ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോഴാണ് ഇവർ ഈ വീട് ഹോം സ്റ്റേ ആക്കണേ. അങ്ങനെ ആ റെസിപ്പിയാണ് കൊടുക്കണേ. അപ്പോൾ അത് തരില്ല എന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പം ഈ മാവിൻ്റെ റെസിപ്പി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പേരിട്ടേക്കാം കടക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരത്തെ ഒന്ന് സമ്മതിച്ചത്. അപ്പോൾ സീതാരാമൻ ഇഡ്ഡലി എന്ന രീതിയിലായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചത്. അന്ന് മൈസൂർ രാമൻ ഇഡ്ഡലി എന്ന് പറയുമ്പോൾ മൈസൂരിലെ ഇഡ്ഡലിയാണ്, രാമൻ്റെ പേരുമുണ്ട്, കടക്കൊരു വെറൈറ്റി ഉണ്ട്. അങ്ങനെയാണ് ഈ മൈസൂർ രാമൻ ഇഡ്ഡലിയിലോട്ട് വന്നത്. വിടുതിയിൽ നിന്നാണ് ഇതിൻ്റെ അരിയും ഉഴുന്നും എല്ലാം വരുന്നത്. ഉഴുന്ന് കുറച്ച് വലിയ ഉഴുന്നാണ്, ഭയങ്കര സോഫ്റ്റുമാണ്. ഉഴുന്നാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇതിന് ബട്ടറായിട്ട് നല്ലോണം സിങ്ക് ആവും. ബാക്കിയുള്ള ഉഴുന്നുകൾക്ക് ഇഡ്ഡലിയിൽ ഉഴുന്നിൻ്റെ ഫ്ലേവർ മാസ്ക് ചെയ്ത് കിട്ടും. ഇതിൽ ഉഴുന്നിൻ്റെ ഫ്ലേവർ മാസ്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ സെഷ്വാൻ പനീർ ഇഡ്ഡലി, കാഷ്യൂ ബട്ടർ പനീർ ഇഡ്ഡലി, അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ഗ്രേവീസ് ഈ ഇഡ്ഡലിയോടൊപ്പം സിങ്ക് ആവും. ആന്ധ്ര കൺ പൗഡർ എന്ന് പറയുന്ന പൊടിയാണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ അത് കുറച്ച് സൺ ഡ്രൈഡ് ആണ്, പിന്നെ കുറച്ചധികം റോ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്താണ് ഉണ്ടാക്കണേ. അപ്പോൾ അത് ഇത്തിരി സീക്രട്ടാണ്. കൊച്ചിയിലെ ഈ മൈസൂർ രുചി തേടി ഒരിക്കലെത്തുന്നവർ പിന്നെ ഇവിടുത്തെ സ്ഥിര സന്ദർശകരാണ്. ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയും അതിൻ്റെ പുറത്തൊരു നെയ്യൊക്കെ ഒഴിച്ചിട്ട് ആ പൊടിയൊക്കെ ഇട്ടിട്ട് വരുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അത് സ്മെല്ലും നല്ല സൂപ്പർ സ്മെല്ലാണ്. നമ്മൾ ആ കറക്റ്റ് സമയത്ത് വന്ന് കിട്ടുമ്പോൾ നല്ല ഒടുക്കത്തെ വിശപ്പായിരിക്കും, പക്ഷേ ആ സമയത്ത് കിട്ടിക്കഴിയുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് എ വെരി ഗുഡ് സ്പോട്ട്. മൈസൂർ രാമൻ ഇഡ്ഡലി രുചിയറിഞ്ഞ ഭക്ഷണപ്രിയർ അതിന്റെ രുചിക്കൂട്ടറിയുന്ന സന്ദീപിനോട് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഇല്ല, പോരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇഡ്ഡലി കഴിക്കാം. ഓക്കെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.